Milma presents Fira Foods Celebrity Kitchen Magic Season 3 powered by Amruthaveni, KSFE and നമ്മുടെ രാമചന്ദ്രൻ. താരപ്രഭയാണ് ഇവിടം. താരപ്രഭയ്ക്ക് മാറ്റുകൂട്ടാനായിട്ട് മറ്റൊരു താരത്തെ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പ്രിയപ്പെട്ട സരി. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്തു നമ്മള്. താങ്ക് യു. ഇത് ഞങ്ങള് എന്താ പറയാ, നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളിങ്ങനെ പാട്ട് പാടി തമാശകൾ പറഞ്ഞു ഒരു ഭയങ്കര എന്താ തോന്നുന്നത് നമ്മൾ ഇവിടെ കണ്ടപ്പോഴൊക്കെ ഏകദേശം വന്നപ്പോ നമ്മുടെ ഒരു കുടുംബ ആഘോഷം. അതെ, ഒരു കല്യാണ തലേന്നൊക്കെ കുക്ക് ചെയ്യുന്ന പോലെയുള്ള ഒരു രസം. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പാചകം ചെയ്യുന്നു, ഒരാൾ പാചകം ചെയ്യുന്നു, മറ്റൊരാൾ കഴിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. വരുന്നവർക്ക് നമ്മൾ ആഹാരം തരും. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ, സിനിമ ഇപ്പോൾ വരാഹം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട്. നമുക്ക് കോടതിയിൽ കാണാം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ ഫേസസ് എന്ന് പറഞ്ഞൊരു സിനിമ, 3 സിനിമകൾ റിലീസ് ചെയ്യാനായിട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞ പോലെ നാടൻ ഭക്ഷണമാണ് അധികം ഇഷ്ടം. അതിൽ പുളിശ്ശേരി എനിക്ക് ഇഷ്ടമാണ്, മാമ്പഴ പുളിശ്ശേരിയൊക്കെ. അമ്മയുണ്ടോ കുക്ക് ചെയ്ത് തരാൻ? എറണാകുളത്ത് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ചോറ്റാനിക്കരയിൽ അമ്മയുണ്ട്. ഭക്ഷണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെ കഴിക്കുന്ന ഭക്ഷണം? അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അല്ലല്ല, ഞങ്ങള് രാവിലെ ഒരു ബ്രെഡ്, ഒരു എഗ്, അത്രയൊക്കെ രണ്ടുപേരും 2 വഴിക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങള് നല്ല ഭക്ഷണം തരുന്ന ഇവരെല്ലാം നല്ല കൈപ്പുണ്യമുള്ളവരാണ്. പറയണ്ട, എനിക്കറിയാം. അറിയാം. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് നല്ല കൈപ്പുണ്യമുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോവാനായി. തീർച്ചയായും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് പുതിയൊരു എപ്പിസോഡുമായിട്ട്. അതെ, ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കുറെ ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛൻ്റെ വിശേഷങ്ങൾ പറയാറുണ്ട്, അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങൾ പറയാറുണ്ട്, അവിടെ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറെ കഥ സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എക്സൈറ്റഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. അമ്മ പഠിപ്പിച്ചതല്ല, അമ്മ ഒരുപാട് ബിസി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറി തുടങ്ങി. അമ്മ ഉണ്ടാക്കിയ നാവിലെ രുചികളൊന്നും പോയിട്ടില്ല. അപ്പം അമ്മ ഉണ്ടാക്കി തന്ന ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഷാർക്ക് തോരൻ, അതായത് സ്രാവ് തോരൻ. സ്രാവ് തോരനോ? സ്രാവ് മീൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? സ്രാവ് മീൻകറി നമ്മൾ വറുത്തരച്ചൊക്കെ വെച്ച് തോരൻ കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഈ മീനിൽ തോരൻ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെത്തോലി പീര പറ്റിക്കുക, പൊടിച്ചാള പീര പറ്റിക്കുക, തേങ്ങയൊക്കെ നമ്മൾ അതുപോലെ കാണും. പക്ഷെ ഇത് അതുമായിട്ട് ഒരു ബന്ധമില്ല. ഭയങ്കര ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു തോരനാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു തോരൻ കഴിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് 2-3 മാസമൊക്കെ ഇത് ഇരിക്കും, കേടാവത്തില്ല. ഫ്രിഡ്ജിൽ വെക്കണോ? ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സാധനം ഇരിക്കും. അത്രയും ഡ്രൈ ആക്കിയാണ് അമ്മയുടെ അടിപൊളി ഡിഷ് നമുക്കൊന്ന് നോക്കണമല്ലോ. എനിക്കും അത് പഠിച്ചെടുക്കണം. വെറൈറ്റി സാധനമാണ്. പക്ഷേ ഈ ഡിഷ് പറഞ്ഞപ്പോൾ ഇതിനൊരു കോമ്പിനേഷൻ ചേച്ചി പ്ലാൻ ചെയ്ത സാധനമുണ്ട്. അതിനെ പറ്റി നമുക്ക് പറഞ്ഞാലോ? പാൽക്കപ്പ. കാരണം ഇവൻ തോരൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ കൂടെ ഒരു കുറച്ച് ഫ്ലൂയിഡി ആയിട്ടൊരു ഡിഷ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാൽക്കപ്പയാക്കി. അപ്പോൾ ആ തോരനും കുറച്ച് ലിക്വിഡി ഫോമിലെ ഇതും കൂടെ ആകുമ്പോൾ അതിനൊരു കോമ്പിനേഷൻ നല്ലതായിരിക്കും. ഈ തോരന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ചേച്ചി പറഞ്ഞ പോലെ പാൽക്കപ്പ, അതുപോലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി പൊടിയില്ലേ, അതുപോലെയൊക്കെ നമുക്ക് തോരൻ രാവിലെ ഒക്കെ എടുത്ത് യൂസ് ചെയ്യാം. ഇത് എനിക്ക് എന്തായാലും പഠിക്കണം. കാരണം ആമിക്ക് ജോർജിയയിൽ പോകുമ്പോൾ കൊടുത്തുവിടാം. അത് 3-4 മാസമൊക്കെ ഇരിക്കുമെങ്കിൽ ഓവർ സ്പൈസി മുളക് കറിയൊന്നും ഇഷ്ടമില്ല. ഇപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നാ ഫിഷിന്റെ സാധനം ഹെൽത്തി ആയിട്ട് അകത്ത് പോവുകയും ചെയ്യും, എന്നാ ഇത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതില് നമ്മള് മുളക് പൊടി അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷെ അത് ഡ്രൈ ആവുമ്പം അതിന് വേറൊരു ഫോമിലേക്ക് മാറും. എന്തായാലും ഇതുവരെ ഞാൻ യൂട്യൂബിൽ പോലും ഇതൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു പറഞ്ഞ ഐറ്റം ഞാൻ യൂട്യൂബിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ട്യൂണയിലാണ്. കാരണം ഫിഷ് സീസണിലാണ്. അപ്പം നമുക്ക് ഷാർക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷെ ഞാൻ ട്യൂണയിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെസിപ്പി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഷാർക്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ചേച്ചിയും ട്രൈ ചെയ്യണം. ട്യൂണയല്ല, ഷാർക്കിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കപ്പയിലോട്ട് കടന്നാലോ? ഓക്കെ.
അപ്പോൾ ഈ പാൽക്കപ്പ എന്ന് പറയുന്നത് നമ്മൾ പല രീതി പലരും പല ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെതായ രീതിയിലാണ് ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കുന്നത്. അതിനെന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ ആദ്യം കപ്പ വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചോ. മതി, ഇത് മതി. കുറച്ച് ഉപ്പിടാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. കപ്പയിൽ തന്നെ കുറേ ഡിഷുകളുണ്ടല്ലേ, പാൽക്കപ്പ, കപ്പ ഉടച്ചത്. ഇതിന്റെ ഇൻസ്പിറേഷൻ എന്താണെന്നറിയോ ഈ ചെയ്യുന്നത്? ഇത് ഞാൻ നമ്മുടെ വീട്ടില് മറ്റേ കടച്ചക്ക ഉണ്ട്, അറിയില്ലേ, മറ്റേ ഉണ്ട പണ്ടൊക്കെ തീയല് വെക്കുന്ന ചക്ക, ചീമച്ചക്ക തീയല് വെക്കും. അതിനെ ഞാൻ ഈ പാൽക്കപ്പ ചെയ്യുന്ന രീതിയിൽ ഈ ചീമച്ചക്ക ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കപ്പ അടുപ്പിലോട്ട് പോയിട്ടുണ്ട്. അടുത്ത ഇനി നമുക്ക് ഫിഷ് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഉപ്പും പിന്നെ എന്നിട്ട് വേവിക്കണം. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ചൂണയാണെങ്കിലും ഷാർക്ക് ആണെങ്കിലും നമ്മൾ അതിന്റെ നല്ല ഒരു സെന്റർ പോർഷൻ ആയിരിക്കണം. അപ്പൊ അതിനകത്ത് മുള്ളധികം ഇല്ലാത്ത. പിന്നെ രണ്ടാമത് നമ്മൾ അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഈ രണ്ടും ബോയിൽ ചെയ്യുമ്പോൾ എന്തിടും? അതിൽ മഞ്ഞൾപ്പൊടി ഇടും, ഉപ്പിടും, ഒന്നുമില്ല, മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം അതിന്റെ മുള്ളെല്ലാം മാറ്റി നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിക്കുക എങ്ങനെ മിക്സിയിലിട്ട് പൊടിക്കും? കൈ കൊണ്ട് നല്ല നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. നമ്മുടെ സ്നേഹ വാത്സല്യം അതിനകത്തുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങള് സ്നേഹവും വാത്സല്യവുമാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. Milma presents Swira Foods Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ വിസിലായി. ഒരു 2 വിസിലൂടെ കേട്ടിട്ട് ഞാൻ തപ്പന തുറക്കും. തപ്പന മീൻസ് നിങ്ങൾ പോയി ചാടിപ്പിടിച്ച് തുറക്കരുത്. ഇത് നമുക്കിവിടെ സമയം ലാഭിക്കാൻ വേണ്ടി ഇതൊരു 2 വിസിലൂടെ കഴിഞ്ഞ് ഞാൻ പൈപ്പ് തുറന്ന് അതിനിടയിൽ ഈ കുക്കർ പിടിക്കും. അപ്പോൾ വെള്ളം ഇവിടെ വീണ് അതൊന്ന് തണുക്കും. ആ സമയത്ത് ഞാൻ ഐശ്വര്യമായിട്ട് എൻ്റെ ടൂണ തോരൻ്റെ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അടുപ്പ് കത്തിക്കൽ ചടങ്ങാണ്. ഓക്കെ. എനിക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. കാരണം ഇന്ന് വരെ കഴിക്കാത്ത ഐറ്റം ആട്ടോ. ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏറ്റവും നമ്മളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കട്ട പീസ് ആയിരിക്കണം. ഇതിനകത്ത് മുള്ളില്ലാത്ത വാലിന്റെ പോർഷൻ അതല്ല, സെന്റർ പോർഷൻ തന്നെ നമുക്ക് എടുക്കാം. എന്താ പറയാ, അലുവ പോലത്തെ കഷ്ണം. അതെ, നമ്മുടെ വീട്ടിലൊക്കെ പറയില്ലേ. വെള്ളം ഒഴിക്കാം, അത് മുങ്ങി നിൽക്കട്ടെ. ഇനി ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി അല്ലേ? ഉപ്പും മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ഇത് കൊണ്ടുപോയി ഒന്ന് തണുപ്പിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഒന്ന് കൊണ്ടുപോയി ഒന്ന് തണുപ്പിച്ച് ഓപ്പൺ ചെയ്യാം. അപ്പോഴത്തെ അതൊന്ന് റെഡിയാവാം. ചൂടാണ്. ഓക്കെ, കണ്ടോ, കപ്പ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലിൽ ബാക്കി വേവിച്ചെടുക്കും. നമ്മൾ എപ്പോഴും പറയും ഭയങ്കര ഹെൽത്തി ആയിട്ട് ആൻഡ് ഒതന്റിക് ആയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, കപ്പ താണ്ട ഊറ്റി വെച്ചു. അപ്പോൾ താണ്ടെ അടുത്തതായി നമ്മൾ മിനോൾട്ടയുടെ കടായിയാണ് എടുക്കുന്നത് പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ കപ്പ വേവിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കുന്നു. നമ്മുടെ ഫിഷേ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പിടിച്ചൊന്ന് ബോയിലായി. ശരിക്കും പറഞ്ഞാലേ ഇത് വെന്താല് നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചാൽ ചെയ്യണ്ട. നീ ഒരിക്കലും ചെയ്യരുത്, അതെനിക്ക് കഴിക്കണം. ഞാൻ പറഞ്ഞതാണ്, ഇത് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു പീസ് അങ്ങനെയും കഴിക്കാം. ഓക്കെ, നൈസ്. ഓൾമോസ്റ്റ് നമ്മുടെ ടൂണ ബോയിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് എത്തി. ഓക്കെ, അടുപ്പ് കത്തിക്കൽ. എനിക്കിത് കത്തിക്കാൻ ഒരു പേടി, അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം കത്തിച്ചപ്പോഴേ എന്നൊക്കെ ഒരു സൗണ്ട് കേട്ടോ. അപ്പോൾ പേടി. ഇതിലേക്ക് വെള്ളം ഒഴിക്കട്ടെ. ഇനി അടുത്ത് നമ്മുടെ ഈ ബോയിലായിരുന്ന ചൂണയെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചെടുത്തിട്ട് ഇതിൽ ഒരു മുള്ളു പോലും ഇല്ലാതെ നല്ല ക്ലീൻ ചെയ്ത് പൊടിച്ചെടുക്കുക. എത്രത്തോളം പൊടിയോ അത്രത്തോളം നല്ലത്. വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് പൗഡറാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലോ സ്റ്റോഴ്സിലൊക്കെ. പക്ഷേ വീട്ടിലാണെങ്കിൽ ഞാൻ തേങ്ങാപ്പാൽ തന്നെ എടുക്കും. പക്ഷേ ഒരു കാര്യം ഇന്ന് മിസ്സായി. സാധാരണ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ എനിക്ക് അതിന് ചെറിയൊരു സാധനം ടേസ്റ്റ് ചെയ്യാൻ തരും. അവിടെ കപ്പ എങ്ങനെയുണ്ടോ നോക്കിയായിരുന്നോ? അത് കുറച്ചുകൂടെ റെഡി ആവാണ്ടടാ, അതുകൊണ്ടാണ് ഞാൻ ബാക്കി എല്ലാം ചെയ്തിട്ട്. നല്ല കപ്പ കേട്ടോ. ചില കപ്പ ഒരു സ്റ്റാർച്ചും അതുപോലെ ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും. ഇന്ന് നമുക്ക് കിട്ടുന്ന കപ്പ അടിപൊളി കപ്പയാണ്. ഓക്കെ, അപ്പം ഞാൻ ബോയിൽ ചെയ്തിരിക്കുന്ന ഫിഷ് മാറ്റാൻ പോവുകയാണ്. ബോയിൽ ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ടോ,
അപ്പോൾ ഇതിനെ ഇനി തണുപ്പിച്ചെടുത്തിട്ട് ഒരു മുള്ളു പോലും ഇല്ലാതെ നന്നായിട്ട് എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്, സൈമിൾട്ടേനിയസ്ലി 2 അടുപ്പും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റെസിപ്പി രണ്ടും കൂടെ മിക്സ് ആയി പോയി വേറെ ഡിഷായി മാറരുത്. അത് പണ്ട് ലാലേട്ട ഒരു സിനിമയിൽ ചിക്കൻ കറി വെച്ച് പോലെ ആവരുത് പോയി പോലെ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി ഇതിനെ ക്ലീൻ ഒന്നും കൂടെ മുള്ളൊക്കെ മാറ്റി പൊടിച്ചെടുത്ത് തണുപ്പിച്ചെടുത്ത് വരാം. കോക്കനട്ട് പൗഡർ വെള്ളം ഒന്ന് ചൂടായിട്ട് ഇടാവൂ, അല്ലെങ്കിൽ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഈ കോക്കനട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇന്നലത്തെ കപ്പലണ്ടി അണ്ടിപ്പരിപ്പം പോലെ നവീന് വിഷ്ണു ഒക്കെ വന്ന് എടുത്തോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ അടുക്കള നമ്മുടെ സാധനം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും കണ്ട് പഠിക്കരുത്. വീട്ടിൽ ആമി വന്നാൽ ഓടിക്കും ഞാൻ കുക്ക് ചെയ്യുന്ന ഭാഗത്തോട്ട് അവരെ അടുപ്പിക്കാറില്ല. വീട്ടിലെല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതാണ് എൻ്റെ ഒരു സ്വീറ്റ്നസ്. കുറച്ചുകൂടി ഇട്ടാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇടുകയാണ്. ഇടുമ്പോൾ സൂക്ഷിക്കണം തെറിക്കാതെ, കാരണം നമ്മൾ വെള്ളത്തിലേക്ക് എന്തിടുമ്പോഴും എണ്ണയിലേക്കും അതുപോലെ ഇടുമ്പോഴും ഇങ്ങനെ എടുത്തിടരുത്, മുഖത്തോട്ട് വന്ന് തെറിക്കും. സൂക്ഷിച്ച് വളരെ സാവധാനം ഇടണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ ബോയിൽ ചെയ്ത ഫിഷിൽ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് അടിപൊളിയായിട്ട് എടുത്തിക്കണം. ഇനി ഇതൊന്നൊന്ന് കൂളാവണം. ചൂണേ ഒന്ന് കൂളാവും, അതുവരെ ഇവിടെ ഇരിക്കണം. തണുത്തിട്ടല്ലേ അതിനിങ്ങനെ പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു മുള്ളു പോലും ഉണ്ടാവാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കൂട്ടില് പച്ചമുളക്, ഇഞ്ചി, ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ഇടണം. എസ്പെഷ്യലി നമുക്ക് ട്യൂണ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിന് ഒരു കംഫർട്ട് ആയിരിക്കണം. സോ അതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചേർക്കാം. ചിലർക്ക് ട്യൂണ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാക്കും. നമ്മൾ എപ്പോഴും ഹെൽത്ത് വൈസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. സോ വെളുത്തുള്ളി ഇട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി. പിന്നെ രണ്ടാമത് നമ്മൾ എപ്പോഴും ഒരു കൂട്ടുണ്ടാക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഇച്ചിരി സോൾട്ടും കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആഡ് ഓൺ ആണ്. ആണോ? അതെ, പുതിയ അറിവായിരിക്കും കേട്ടോ. ഉപ്പ് ഞാൻ അങ്ങനെ ഇടാറില്ല. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. അതിനിടയിൽ ഞാൻ കപ്പയൊന്ന് നോക്കിയോട്ടെ. കുറച്ചൊരു കറിവേപ്പില. നമുക്ക് ഇതിനൊന്ന് ചതച്ചെടുക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മ്യൂസിക്. ക്രഷ് ചെയ്താൽ മതി, നല്ല അരയണ്ട. തേങ്ങയുടെ ഫോമിൽ കിട്ടണം. തേങ്ങ നമ്മൾ അടിക്കില്ല. തേങ്ങ നമ്മുടെ കൈകൊണ്ടാണ് പരിപാടി. ആണോ? തേങ്ങ ഒന്നും ചെയ്യില്ല. എന്തായാലും വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഐറ്റം. നമ്മുടെ ട്യൂണ അടിപൊളിയായിട്ട് തണുത്തിരിക്കുകയാണ്. നമുക്ക് ഈ തണുത്ത അവനെ ഒന്ന് അങ്ങോട്ട് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്ത് ഒരു തരി മുള്ളു പോലും കാണാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കൊക്കെ ഈ ഓവർ മുളക് കറിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ സ്പൈസി ആയിട്ട് അല്ലാത്ത കുട്ടികൾ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ തൊണ്ടയിലൊന്നും ഇത് കൂടുന്നുണ്ട്. അപ്പം ഇതിനപ്പോൾ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിഷ് സ്രാവായാലും ശരി ട്യൂണ ആയാലും ശരി നമ്മൾ എടുക്കുമ്പോൾ മുള്ളോ അതിനകത്ത് വേറൊരു വേസ്റ്റോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. കാരണം എത്രത്തോളം അത് ഡ്രൈ ആയിട്ടിരിക്കോ നമുക്ക് അത്രത്തോളം നാളെ ഇത് 3-4 മാസം നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിന്റെ മയം അധികം ഒട്ടും കാണാൻ പാടില്ല എന്ന് പറയുന്നത്. എൻ്റെ കപ്പയൊന്ന് നോക്കട്ടെ. നമുക്ക് കിട്ടിയ ഫിഷ് നല്ല അടിപൊളി ഫിഷാണ്. സോ അതിനകത്ത് മുള്ളൊന്നും അധികം ഇല്ല. നല്ല സെൻട്രൽ പോർഷനാണ് കിട്ടിയിരിക്കുന്നത്. നല്ല മണം വരുന്നില്ല. ഇപ്പം തന്നെ അങ്ങോട്ട് നോക്കിയേ, കപ്പയും മീനിൻ്റെ ഒരു സ്മെല്ലും കൂടെ ആയപ്പോൾ തന്നെ അടിപൊളി. ഇടയ്ക്ക് ഉപ്പം നോക്കാം, കാരണം നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ആ ഫിഷിൽ അതിൻ്റെ സ്കിന്നൊന്നും ഉണ്ടാവാതിരിക്കുക. സ്കിന്നൊക്കെ ഇല്ലാത്തൊരു പീസാണെങ്കിൽ നല്ലതായിരിക്കും. അതെ ദീപ, എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിലാണ് ആ ടേസ്റ്റ് കൂടുതലും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഹൈജീനിക് ആയിട്ട് മതി. അതെ, നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് നീറ്റായിട്ട് നമ്മൾ കൈ കൊണ്ട് ആ ഞെരടി ആ എടുക്കുന്നതിൻ്റെ സ്വാദും സ്പൂൺ ഇട്ട് ഇളക്കി എടുക്കുന്നതിൻ്റെ ഒരു സ്വാദും രണ്ടും അത് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. സോ നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വേണ്ടോ നല്ല തരിതരിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മളത് അടിച്ചു വെച്ചിരിക്കുന്ന ഈ സാധനം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില. പക്ഷേ സാധനത്തിനകത്ത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തേങ്ങ. ഓക്കെ. അതും കൈകൊണ്ടാണ്. വെരി നൈസ്. പക്ഷെ ഇപ്പൊ തന്നെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനിയിപ്പോ സ്മെല്ലൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്. ഇത്
ഇതൊരു വെറൈറ്റി ആട്ടോ. ഞാൻ ചെയ്തിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല ഈ സാധനം. അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇത് ഉടനെ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആമി നോക്ക് ഞാൻ ഉണ്ടാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. അതായത് ദീപൻ ചേട്ടൻ്റെ സ്പെഷ്യൽ ഫിഷ് ഫിഷ് തോരൻ. അമ്മയുടെ സ്പെഷ്യൽ ദീപൻ ചേട്ടൻ്റെ അമ്മയുടെ ഫിഷ് തോരൻ, സ്പെഷ്യൽ ഫിഷ് തോരൻ അവർക്ക് കൊടുത്തുവിടും. എന്തായാലും 2-3 മാസം ഇരിക്കുമല്ലോ. അതെ. ഉപ്പേരിയാണോ? ഇത് വേണേ സാലഡായിട്ട് ഇപ്പൊ കഴിക്കാം കേട്ടോ. അവന് നനച്ചൊന്നുമല്ല, അവസാനം നീ ഇത് കണ്ടിട്ട് അപ്പൊ അത് ഞങ്ങൾ കളിയാക്കിയതാണ്. ഒരു സ്മെല്ല് അവൽ നനച്ചിട്ട് സ്മെല്ലാണോ ഫിഷിന്റെ സ്മെല്ലാണോ? അവന് കുക്കിംഗ് അറിയത്തില്ല, അവൻ അടുക്കള കയറുമെങ്കിലല്ലേ അതൊക്കെ മനസ്സിലാവും. അതാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. എനിക്ക് ചിക്കന്റെ മണം വന്നേ. ചിക്കന്റെ മണം മൂക്കടഞ്ഞിരിക്കുക. രണ്ടും അടുക്കള കയറും. അല്ല, അപ്സര നന്നായിട്ട് കുക്ക് ചെയ്യും, എനിക്കറിയാതെ. പക്ഷെ അത് ചിക്കന്റെ മണമല്ല. അനീഷേട്ടാ, ഇത് നമ്മള് ഈ ഫിഷ് പീരയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ തോരൻ എന്ന് പറഞ്ഞ സാധനം അതും നമ്മൾ ഈ കല്യാണ സദ്യക്ക് ക്യാബേജ് തോരൻ ഭയങ്കര ഡ്രൈ ആയിട്ട് തോരൻ അതുപോലത്തെ ഒരു സാധനമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് 2-3 മാസമൊക്കെ ഈ സാധനം ഇരിക്കും. അതെങ്ങനെ? അത്രയും ഡ്രൈ ആക്കിയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം അതിന്റെ അത് കേടാവത്തില്ല. ആ ഫോമിലേക്ക് നമ്മളത് മാറ്റും. ഇപ്പൊ അതിന്റെ ഡ്രൈ ഫോമിലേക്ക് നമ്മളത് മാറ്റും. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടില്ല, എന്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. പക്ഷെ ഇത് പ്രധാനമായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട സ്രാവ് തോരലാണ്. സ്രാവ് മീനാണ്, ഷ്രാർക്ക്. ഇപ്പൊ നമുക്ക് സീസൺ അല്ലേ ഫിഷ്, അപ്പൊ നമുക്കിപ്പോ സ്രാവ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ചൂണയുടെ ഏറ്റവും നല്ല സെൻട്രൽ പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെ, മുള്ളൊന്നും ഇല്ലാത്തൊരു പോർഷനാണ്. അപ്പൊ കുട്ടികൾക്ക് ഈ എന്താ പറയാ ഒരുപാട് എരിവൊക്കെ ഉള്ള കറികൾ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈവൻ നമുക്ക് ദോശയുടെ കൂടെ രാവിലെ ചമ്മന്തിപ്പൊടി പോലെ യൂസ് ചെയ്യാം. അധിക ദിവസം യൂസ് ചെയ്യാമെങ്കിലേ യാത്രയൊക്കെ അതുപോലെ നമുക്ക് ഈ ഷൂട്ടിങ്ങിനൊക്കെ കുറെ ദിവസമൊക്കെ മാറി നിൽക്കേണ്ടത് നമുക്ക് ഉണ്ടായി കൊണ്ടുപോയാൽ. അതെ, കൊണ്ടുപോയാൽ. നീ പോകാറില്ലേ? നമ്മളെ എല്ലാരും കൂടെ ചേർത്താണ്. നീ രാവിലെ ബഹുവചനമാണ് അല്ലേ? പിന്നെ അതിന്റെ സ്പെഷ്യൽ വേറെ സാധനം ഉണ്ട് കേട്ടോ, യമുന റാണി സ്പെഷ്യൽ പാൽക്കപ്പ. അതാരാ രാവിലെ ട്രോളാൻ പറ്റി അതാരെന്ന്? പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ഫേവറേറ്റ് സാധനം പാൽക്കപ്പ. ഇതില് യമുന റാണിയുടെ ഒരു സ്പെഷ്യൽ സാധനം ചേർക്കും കേട്ടോ, നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത വേറൊരു സാധനം. അപ്പൊ യമുന റാണി സ്പെഷ്യൽ പാൽക്കപ്പ അല്ലേ? നീ അപ്പൊ അവന്റെ കൂടെ ചേർന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ എനിക്ക് 2 മാസം ഇതിപ്പോ ചീത്തയാവും. എന്നോട് ആദ്യം പോടാന്ന് പറഞ്ഞു, നിന്നോടും ആദ്യം പോടാണ്, പിന്നെ രണ്ടാമത് പോടാ. ആരോ കാര്യമായിട്ട് പോടാ. ഇപ്പൊ നളൻ വരും, ഷെഫ് വരും, പുള്ളിയോടും പറയാതിരുന്ന എന്റെ ടൂണ പുള്ളി നിർത്തി കൊല്ലാൻ വേണ്ടി നിൽക്കുക അവിടെ. അപ്സരസിനെ പോലെ ഉണ്ട് അത് ബ്രേക്ക് ചെയ്ത പല ആൾക്കാരും പലതും ഞാൻ പോവാണ്. ഇത്രയും മുഖത്ത് നോക്കി അല്ല ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ മുഖത്ത് നോക്കി ആളുകളോട് കള്ളം പറയുന്നത് എനിക്ക് എത്ര പറയാനുണ്ട്. നീ പോടാ ഇപ്പോഴുള്ള പോടാ ഒരു ശരിക്കും സ്റ്റൈലായത്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് അടിച്ചെടുത്ത സാധനവും നമ്മൾ ട്യൂണ പൊടിച്ചതും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചേച്ചി എനിക്ക് ഇനി ഈ സ്റ്റൗ വേണ്ടി വരും. ഇത് വേണോ? ഇത് വേണം. അപ്പൊ ചേച്ചി സാധനം മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്ത് പൗഡർ എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് കുരുമുളക് പൊടി നമുക്ക് 2 പൗഡർ ആഡ് ചെയ്യണം. അതായത് കാശ്മീരി ചില്ലിയും വേണം, നോർമൽ ചില്ലി പൗഡറും വേണം. കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കുറവാണ്, പക്ഷെ നല്ല കളർ കിട്ടില്ല. ഇനി നമ്മുടെ നോർമൽ ചില്ലി പൗഡർ, എരിവിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കും. ഇനി ഗരം മസാല. ഗരം മസാല ഫിഷിന് ഇതില്ല, ചെയ്യാറില്ല. ചിക്കൻ അങ്ങനത്തെ ഗരം മസാല വേണം. അപ്പം ഈ ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റും മണവും മുന്നിൽ നിൽക്കണോ അതോ സട്ടിലായിട്ട് നിൽക്കണോ? സട്ടിലായിട്ട് വന്നാൽ. ഇനി നമ്മുടെ മിക്സ് ആണ്, നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം ചേച്ചി. അപ്പൊ ഈ മിക്സിംഗിലാണ് മെയിൻ കാര്യം. ഇതിലാണ് മെയിൻ കാര്യം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE and നമ്മുടെ രാമചന്ദ്രൻ.
ശരിക്കും ഇത് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് അമ്മയെ ഓർമ്മ വരിക. ഞാൻ കാരണം ഇത് എന്നും അടിയായി ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് നീ അമ്മയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് വയ്യാതായാലും ഷൂട്ടിന്റെ ഇടയിൽ സീൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആ ബ്രേക്കിലൊക്കെ ഓടി ഓടി. ചേച്ചിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മള് അന്ന് ചേച്ചി എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു സീനിൽ എൻ്റെ തുടക്കകാലമായിരുന്നു, 2ാമത്തെ സീരിയലായിരുന്നു. അപ്പം ആ സീനിൽ ഗ്ലിസറിൻ ഉപയോഗിക്കാതെ ഞാൻ കരഞ്ഞു. അന്ന് ചേച്ചി ഫൈസലിക്കോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇവൻ ഇപ്പോഴാണ് ആർട്ടിസ്റ്റ് ആയത്. പറഞ്ഞു അന്നൊരു സാധനം പറഞ്ഞു ചേച്ചി. പഠിച്ചു, അഭിനയം പഠിച്ചു അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു. ഇതെന്തായാലും ഒരു സ്പെഷ്യൽ ആട്ടോ, ദീപൻ സ്പെഷ്യൽ അല്ല, ദീപന്റെ മദർ സ്പെഷ്യൽ. ശരിക്കും ഇതിന്റെ അപ്പുറം ടേസ്റ്റ് വരും സ്രാവാണെങ്കിൽ. അപ്പൊ ഞാൻ സ്രാവിൽ ട്രൈ ചെയ്യണം. മിക്സ് ചെയ്തു. നമുക്ക് ഇതിന്റെ പുറത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഇപ്പം ഭയങ്കര രസമായിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്, അപ്പോൾ കണ്ടോണ്ട് നിൽക്കാൻ ഇങ്ങനെ ഇഷ്ടം വരും. മിക്സ് ചെയ്ത സാധനം അങ്ങോട്ട് മാറ്റി വെക്കാം, കുറച്ച് നേരം അതൊന്ന് പിടിക്കട്ടെ. ഇനി നമ്മുടെ ചീൻചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. ഉഴുന്ന പരിപ്പ് നമുക്കൊന്നൊരു ബ്രൗൺ കളർ ആകുന്ന ഉഴുന്നുപരിപ്പാണോ ഇടുന്നത്? ആ ഉഴുന്നുപരിപ്പ്. ആരും അറിയണ്ട, എൻ്റെ പാൽക്കപ്പയിലെ സ്പെഷ്യലായിട്ട് യമുന റാണിയുടെ ഒരു സ്പെഷ്യൽ ടച്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഉഴുന്നുപരിപ്പിട്ട. അടിപൊളി. നീ കോപ്പി അടിച്ചോ അതോ ഞാൻ നിന്നെ കോപ്പി അടിച്ചു? അല്ല, ഉഴുന്നുപരിപ്പ് ഇത് മസ്റ്റാണ്. ഞാനും അതാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് എൻ്റെ പാൽക്കപ്പയുടെ ഒരു സ്പെഷ്യൽ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉഴുന്ന പരിപ്പ് ഇതിലേക്ക് ഇടാം. ഒന്ന് ഉഴുന്ന പരിപ്പ് ഒരു ബ്രൗൺ കളർ ആയിട്ട് നമുക്ക് കടുക് പൊട്ടാളിക്കാം. കടുക് പൊട്ടിക്കാം. നമ്മുടെ ഉഴുന്ന പരിപ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരു മ്യൂസിക് വരും അതിനകത്ത്. സൗണ്ട്. നമ്മൾ കടുക് ഇടാൻ പോവുക. ഞാൻ എൻ്റെ കപ്പ റെഡിയായി, പാൽക്കപ്പ റെഡിയായി. ആ തേങ്ങാപ്പാലിൽ കിടന്ന് കപ്പ നല്ല വെന്തുടഞ്ഞ്, പിന്നെ ഒന്നുകൂടെ ഞാൻ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് നല്ല സ്മൂത്ത് പരുവായി. ഇനി ഇതിലേക്ക് 1-2 ഐറ്റംസ് കൂടെ ചേർക്കുമ്പോൾ യമുന സ്പെഷ്യൽ പാൽക്കപ്പ റെഡി. സൂപ്പറായി. കടുക് പൊട്ടിയതിൽ നമുക്ക് വറ്റൽ മുളക്, കറിവേപ്പില, ഒരു ഉള്ളി ജസ്റ്റ് സ്ലൈസ് ചെയ്ത് നമുക്ക് അതിൽ ചേർക്കാം. നമ്മുടെ കപ്പ കുറച്ച് ഫ്ലൂയിഡ് ടൈപ്പാണ്. നല്ല മറ്റേ എന്താ പറയുക, കുഴഞ്ഞിങ്ങനെ കട്ടിക്കല്ല, കുറച്ച് നമ്മുടെ ഐശ്വര്യമായിട്ട് ഫൈനൽ സാധനം നോക്കട്ടെ. ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുക. ഇനിയാണ് ഇതിന്റെ മെയിൻ പ്രോസസ്. മെയിൻ ജോലി എന്ന് പറയുന്ന സാധനം ഇതിനകത്താണ്. ഇതിൽ കിടന്നത് നല്ല ഡ്രൈ ആവണം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ, ഉഴുന്നുപരിപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല മെയിൻ പണി ഇതിനെ ഡ്രൈ ആക്കി. കാരണം ഇത് 3-4 മാസം നമുക്ക് വെച്ചിരുന്ന് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് ഡ്രൈ ആവണം. ഇത് ശരിക്കും കടച്ചക്കയിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് ആദ്യമായി ഇത് ചെയ്തത് കടച്ചക്കയിലാണ്. വീട്ടിൽ കടച്ചക്കയുണ്ട്. അപ്പോൾ ഞാൻ കടച്ചക്ക ഇങ്ങനെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ ആ കപ്പ കിടന്ന് നല്ല വെന്ത് ഉടഞ്ഞ് സെറ്റായി. അപ്പോൾ ഇനി ഇതിനെ മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തൊഴിക്കുന്ന ഒരു 1-2 ഐറ്റംസ് ഉണ്ട് സ്പെഷ്യലായിട്ട്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാൽക്കപ്പ റെഡി. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് മാറ്റാൻ. എന്നിട്ട് കടുക് വറുക്കാനുള്ള പാത്രം വയ്ക്കും. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. പിന്നെ പ്രധാനമായിട്ട് ഞാനിതിൽ യൂസ് ചെയ്യുന്ന എണ്ണയല്ല കടുക് വറുക്കാൻ, നെയ്യാണ്. അതാണ് 1ാമത്തെ സ്പെഷ്യൽ ഐറ്റം. പിന്നെ ജാറിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, ഒരു 2 വറ്റൽമുളക്, ഒരു 3 ചുവന്നുള്ളി, ഒന്ന് ക്രഷ് ചെയ്തിടണം. ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ. പാനൊന്ന് ചൂടായി, അതിലേക്ക് നെയ്യ് ഒഴിക്കാം. അപ്പോൾ നെയ്യ് ചൂടായി, കടുക് ഇടുന്നു. കുറച്ച് കടുക്. അതാണ്ട് അതിന് ശേഷം കുറച്ച് ഉഴുന്നുപരിപ്പിടും. ഇതാണ് മറ്റൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില,
അത് കഴിഞ്ഞ് ഈ ചതച്ചത് അതിലോട്ട് മുത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങ തിരികിയത്. അപ്പോൾ ദാണ്ടെ നമ്മൾ കടുവറുത്ത സാധനം പാൽക്കപ്പയിലേക്ക് ഇട്ടു. ഒരു നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഇളക്കണം. എൻ്റേതായ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മാറ്റങ്ങൾ അതിൽ വരുത്തും. അതെനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. പ്രത്യേകിച്ച് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസ് കാണുന്ന ഇഷ്ടമാണ്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുന്ന ഇഷ്ടമാണ്. അതെല്ലാവരെയും കൊണ്ട് കഴിപ്പിച്ചിട്ട് അത് നന്നായെന്ന് പറയുന്നത് ഡോപ്പമിൻ പൊട്ടുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ സൗന്ദര്യം. മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കുക്കിംഗ് ലേൺ ചെയ്യുന്നത്. കറക്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ പാൽക്കപ്പ ഈ രീതിയിൽ. കാരണം ഞാൻ വീഡിയോസിലൊന്നും ഇങ്ങനെ ചെയ്യുന്ന ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല. ഞാനിത് ഇതുവരെ എന്താ പറയുക ഇങ്ങനെ ചെയ്ത് എവിടെയും യൂട്യൂബിലൊന്നും ഇട്ടിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. വീട്ടിൽ ചെയ്യും, ഫസ്റ്റ് ടൈമാണ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഞാൻ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ആണോ? ഓ താങ്ക് യു. അവൻ പറഞ്ഞു ഇനി വേറെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ കുഴപ്പമില്ല. ഞാൻ ശരിക്കും എന്താ പറയുക വളരെ ജെന്യുവനായിട്ട് പറയുള്ളൂ. കാരണം എനിക്ക് എന്തോ എൻ്റെ ഈ സെൻസ് ചെയ്യുന്ന ടേസ്റ്റ് ബഡ്സും അതുപോലെ തന്നെ സ്മെല്ല് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തോ പക്ക വർക്ക് ചെയ്യുന്നുണ്ട് ബൈ ഗോഡ് ഗ്രേസ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊട്ടിയുടെ ഒഴുകരുത്, ബ്ലഷൊക്കെ വന്നില്ലേ? ഈ പാത്രത്തിനെ കാട്ടി പരന്ന ഉരുളിയുണ്ടല്ലോ, ഉരുളിയും നല്ല ചട്ടുകം, നല്ല കട്ടിയുള്ള ചട്ടുകമാണെങ്കിൽ ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനത്തെ പാത്രം ഞങ്ങൾ ഇതിൽ ചെയ്തിട്ട് അങ്ങോട്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിലോട്ട് ബാലൻസ് ചെയ്യുന്നില്ല. എനിക്ക് പറ്റുന്നില്ല, ഇതിലോട്ട് മാറ്റി. പക്ഷെ ഉരുളിയായിരുന്നെങ്കിൽ ഇപ്പം സെറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉരുളിയിൽ വറുക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പരുവത്തിലൊന്ന് ടേസ്റ്റ് ചെയ്തു. കേട്ടു സാധനം കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം. വെറുതെ പറയല്ല കേട്ടോ, സുഖിപ്പിക്കാൻ പറയല്ല, സത്യസന്ധമായി പറയുക. നല്ല സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ നമ്മൾ ഉണക്ക ചമ്മന്തി കഴിച്ചിട്ടുണ്ട്, പിന്നെ നെത്തോലിയൊക്കെ പീര വറ്റിച്ച് കഴിച്ചിട്ടുണ്ട്, പിന്നെ ഈ വാളയൊക്കെ കരിവാടുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ആക്ച്വലി ഇത് ഞാൻ കുക്ക് ചെയ്ത് ഷെഫ് പിള്ളയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? ഷെഫ് പിള്ളയായിട്ട് കുക്ക് ചെയ്ത സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞതാണ് ഇതിൽ ഇച്ചിരി ഉണക്ക ചെമ്മീനും കൂടെ ഇടയ്ക്ക് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു സാധനമാണ്. പുള്ളി പറഞ്ഞ സജഷൻ, പുള്ളിയുടെ ഒരു ഇൻപുട്ടാണ്. പക്ഷേ ഞാൻ അമ്മ ചെയ്ത സാധനത്തിനെ വേറൊരു മോഡലിലേക്ക് മാറ്റാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായ ഇൻപുട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവൻ അമ്മയുടെ നൊസ്റ്റാൾജിക് മോനായതുകൊണ്ടും ഞാൻ ആ കണക്ഷൻ കണ്ടിട്ടുള്ളത് കൊണ്ടും എനിക്കതറിയാം. അതുകൊണ്ടാണ് അവൻ അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. ഞാനത് മാറ്റാൻ ശ്രമിക്കില്ല. പിന്നെ ഇപ്പൊ ചേച്ചി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനം കഴിച്ചെന്ന് പറഞ്ഞു, അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ അപ്പുറം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഷാർക്കിൽ തന്നെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. സ്രാവിൽ ചേച്ചി വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള പാൽക്കപ്പയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക കഴിക്കാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക കഴിക്കാൻ കൊതി വരും. പിന്നെ ഇതൊക്കെ എന്താ പറയുക വളരെ ട്രഡീഷണൽ പരമായിട്ട് ഒത്തൻറ്റിക് ആയതാണ്. നമ്മൾ ചിരട്ടയ്ക്കകത്ത് വാഴയില കോട്ടി അല്ലേ? അതെ, വാഴയിലയിലാണ് നമ്മൾ വളർത്തുന്നത്. നമ്മളെല്ലാം കുറച്ചൊരു ഒതൻറ്റിക് ആയിട്ട് നമ്മുടെ പഴയ ട്രഡീഷൻ, നമ്മുടെ പഴയ കാലത്തെ ആ കൾച്ചറും എല്ലാം മിക്സ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ പേർ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ. അതാണ് ഞാൻ പറയാൻ വന്നത്. കഴിക്കും. അതെ, എൻ്റെ മക്കൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരിക്കും ഇങ്ങനെയൊക്കെ കാണുന്നത് പോലും. കാരണം അവർക്ക് അറിയില്ല. അതുപോലെ ഈ നമ്മൾ അമ്മിക്കല്ലി അരയ്ക്കുക, ഇടിക്കുക, ആട്ടുകല്ല് നമ്മൾ ആട്ടി മാവെടുക്കുക, ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ കണക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക്, ഇപ്പോൾ ഉള്ള ജനറേഷനും കൂടെ കുറച്ച് അറിവും കൂടെ പകരാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും കുക്കിങ്ങിൻ്റെയും ഒക്കെ ഇടയിൽ കുറച്ച് അറിവുകൾ കൂടെ ഞങ്ങൾക്കറിയാവുന്ന, എല്ലാം ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ മുത്തശ്ശനും ഒക്കെ ചെയ്യുന്ന കണ്ട് കിട്ടിയ അറിവ് കുറച്ച് നിങ്ങൾക്ക് കൂടെ ഒക്കെ പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓതൻറ്റിക് പഴയ ഡിഷസൊക്കെ ഞങ്ങളുടെ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഫൈനലി നമ്മുടെ ടൂണ തോരൻ നമ്മളങ്ങനെ ഒത്തൻറ്റിക് ആയിട്ട് വാഴയിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കപ്പ പാൽക്കപ്പ ചിരട്ടയിലേക്ക് നമ്മൾ സെർവ് ചെയ്തു, വാഴയില കോട്ടി. ഇനി നമ്മൾ നമ്മുടെ ടൂണ തോരൻ വാഴയിലയുടെ ഷേപ്പ് തന്നെ 2 ഡിഷിനും സെപ്പറേറ്റ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് അതും നമ്മൾ ഫുഡ് ആർട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഫൈനലി ഞാൻ ഉണ്ടാക്കിയ അമ്മ സ്പെഷ്യൽ ടൂണ തോരനും ചേച്ചി സ്പെഷ്യൽ പാൽക്കപ്പയും. സോ ഒത്തൻറ്റിക് ഫോമിൽ തന്നെ നമ്മൾ ഫുഡ് ആർട്ടിൽ അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വാഴയിലയിൽ യമുന ചേച്ചിയുടെ പാൽക്കപ്പ ചിരട്ടയിൽ വാഴയില കോട്ടി, വാഴയില വാട്ടി, അതിനകത്ത് പാൽക്കപ്പ സെർവ് ചെയ്തിട്ടുണ്ട്. കൂടെ അതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ 2-3 മെയിൻ ഐറ്റംസ് കൊച്ചുള്ളി, വറ്റൽ മുളക്, ഗാർലിക്, ഇതിനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ടൂത്ത് പിക്കിൽ നമ്മൾ അതിനെ ഒരു ഫുഡ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ടൂണ തോരനകത്തും നമ്മളതിൻ്റെ ഫുഡ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, പച്ചമുളക്, ചെറിയ ഉള്ളി, ഗാർലിക്ക്, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്ത് വാഴയിലയിൽ വാട്ടി ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. ഫൈനലി അവർ ഡിഷ് റെഡി. Milma presents Swira Foods Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE and നമ്മുടെ രാമചന്ദ്രൻ. നമ്മളെ ദീപനെയും യമുന ചേച്ചി എന്താ കാര്യം എന്ന് വെച്ചാൽ അമ്മ സ്പെഷ്യൽ എന്നത് കാരണം ഒന്ന് എൻ്റെ അമ്മയുടെ രുചിക്കൂടെ, എൻ്റെ എല്ലാ റെസ്റ്റോറൻറ്റിലും മാതൃത്വത്തിൻ്റെ രുചിക്കൂടെ ഗീതമ്മ എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. അപ്പം അമ്മ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറത്തോട്ട് ബാക്കി കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അല്ലേ, അങ്ങനെ ശരിയല്ല. അപ്പം അമ്മ സ്പെഷ്യൽ ട്യൂണ തോരൻ ആൻഡ് പാൽക്കപ്പ. ചൂരത്തോരൻ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഓടിയോ? മാതാപിതാ ഗുരു ദൈവം എന്നാണ് മാതാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആദ്യത്തെ അമ്മയുടെ പേരിലുള്ളതായിട്ട് അല്ലേ ആ ഡിഷാണ്. തീർച്ചയായിട്ടും. എന്താണെന്ന് പറയാമോ? അമ്മ സ്പെഷ്യൽ ടൂണ തോരൻ. ആക്ച്വലി ഇത് ചൂരയിലല്ല, ഇത് സാധാരണ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഷാർക്കിലാണ്, സ്രാവ് തോരനാണ്. അപ്പോൾ ഈ ചില ഫിഷ് എന്ന് പറയുന്നത് സീസണലാണല്ലോ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഷാർക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് ടൂണയാണ്. അപ്പോൾ ടൂണയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഉണ്ടാക്കിയതിനേക്കാളും ഷാർക്കിലാണെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ. സുറാപ്പുട്ട് എന്ന് പറയുന്ന ഡിഷുമായിട്ട് തന്നെ ബന്ധമുണ്ടോ? സുറാപ്പുട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അമ്മ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡുകളാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ ഒരു തമിഴ്നാട്ടിൽ നിന്നായി വന്നിരിക്കുന്നത് ഈ സ്രാവിൻ്റെ. ഓക്കെ, തമിഴ്നാട്ടിലാണ് വന്നിരിക്കുന്നത് ബേസിക്. ഓക്കെ. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. അത് മാത്രമല്ല ഇത് ചോറും രസവും സുറാപ്പുട്ടും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണം. ട്രൈ ചെയ്യാം. കപ്പലല്ല, കപ്പ. പിന്നെ വേറൊരു പ്രത്യേകത, അങ്ങനെ ഉദ്ദേശിച്ചു. വേറൊരു പ്രത്യേകത, ഇത് സ്രാവ് ആണെങ്കിലും ചൂണയാണെങ്കിലും ഇത് നമുക്ക് ഒരു 2 മാസമൊക്കെ ഇരിക്കും. ഇത് പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ചമ്മന്തിപ്പൊടി. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ അധികം സ്പൈസി ഫിഷ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർക്കാണെങ്കിൽ ഇത് എരിവില്ലാത്ത ഒരു സാധനമാണ്. അതുപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ദോശയ്ക്കൊക്കെ ചമ്മന്തിപ്പൊടി പോലെയൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പം അങ്ങനത്തെ കുറേ പ്രത്യേകതകൾ ഒരു ട്രാവൽ ഫുഡായിട്ട് കരുതാം. ശരിയല്ലേ? അപ്പോൾ ടേസ്റ്റി. അപ്പോൾ ഇത് പാൽക്കപ്പ ഇതും കൂടാണോ കോമ്പിനേഷൻ? പാൽക്കപ്പ എന്റേതായ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് അതിൽ ചേർത്തിട്ടാണ് എന്റെ പാൽക്കപ്പ ഉണ്ടാക്കിയിരിക്കുന്നത്. യമുന സ്പെഷ്യൽ. അതെപ്പോഴും എന്റെ എല്ലാ ഡിഷിലും എന്റേതായ ഒരു പൊടിക്കേജ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അപ്പൊ അത് നെയ്യിലാണ് നമ്മൾ കടുക് വറുക്കുന്നത്. കടുക് വറുക്കുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പിടും, വെളുത്തുള്ളിയും വറ്റൽമുളകും ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ഒന്ന് വഴറ്റി, കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് വഴറ്റി നെയ്യിലാണ് നമ്മളിത്. അടിപൊളി. പിന്നെ ഒരു സന്തോഷം കൂടെ പറയാം, ഇത് ഷാർക്കില് സ്രാവ് തോരനില് ഷെഫിലേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇത് കഴിച്ചിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു സംഭവമാണ്. ഇതിന്റെ ഗാർണിഷിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിയല്ലേ? ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്ത സാധനങ്ങൾ വെച്ച് തന്നെ. അതായത് അതിനകത്ത് പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ നമ്മൾ റോ ആയിട്ടാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവയ്ക്കുന്നത് ഫുഡ് ആർട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ പാൽക്കപ്പയ്ക്കാണെങ്കിലും പാൽക്കപ്പ യൂസ് ചെയ്തിട്ടുള്ള ഗാർലിക് ആണെങ്കിലും ചെറിയ ഉള്ളി ആണെങ്കിലും വറ്റൽമുളക് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ചുട്ടെടുത്തിട്ടുണ്ട്. രണ്ടാമത് അതിനകത്താണെങ്കിലും പച്ചമുളക് ആണെങ്കിലും മറ്റ് ഐറ്റംസ് ആണെങ്കിലും അതും ജസ്റ്റ് ചുട്ടെടുത്തിട്ടുണ്ട്. ഈ വാഴ ഇല നിങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യകാരൻ ചേട്ടൻ വാഴയില മാത്രമല്ല, ആ ഭയങ്കര കാറ്റ് 6 പ്രാവശ്യം വാഴ കൊണ്ടുവന്നു. അത് മാത്രമല്ല, ആട്ടുകാരനടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പുള്ളി പേപ്പറിനകത്ത് പച്ച പെയിന്റ് അടിച്ചുകൊണ്ട്. അത് മാത്രമല്ല, ചിരട്ട ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരേ ഫോമിൽ ഇങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അതിനിട്ട് ഒരച്ചൊക്കെ. ശരി, അപ്പം
ചെയ്യാൻ എനിക്ക് തോന്നിയ ഇൻസ്പിറേഷൻ എന്താന്ന് വെച്ചാല് വീട്ടിൽ കടച്ചക്ക ഉണ്ട്, ഇവിടെ ഷീമച്ചക്ക. അപ്പൊ അത് ഞാനിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ എടുക്കും. എന്നിട്ട് അതിലിങ്ങനെ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കടുവറുത്ത് മക്കൾക്കൊക്കെ കൊടുക്കും. നല്ലതാന്ന് പറയും, നല്ലതാന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ കപ്പയിൽ ഇത് ചെയ്തത്. ടേസ്റ്റ് അറിയണമെങ്കിൽ ആദ്യം കഴിച്ചിട്ട് അല്പം നേരം വെയിറ്റ് ചെയ്യണം. ഉണർന്ന് വരണം. നൈസ്. ഇരുമ്പ് ചട്ടിയിലാണ് നമ്മളത് ആ ഫോമിലേക്ക് എടുത്തത്. കുറച്ച് സമയം എടുത്തു. വളരെ ഒരു കഠിന പ്രയത്നം തന്നെ ഉണ്ട് അതിനകത്ത്. ശരിക്കും ഞാനും സാറേ ചേച്ചിയും കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും കഴിക്കുമ്പോൾ സൂപ്പർ. ബാക്കി കറക്റ്റ്. പാൽക്കപ്പ നമ്മൾ ചെയ്യുമ്പോൾ കഴിവതും അതിനെ ഒരു ബ്ലാൻഡായിട്ട് തന്നെ പാൽക്കപ്പ എന്നല്ലേ പേര്. തേങ്ങാപ്പാലിലാണ്. അതെ. അപ്പം അതിനകത്തൊരു ഗാർലിക് ഫ്ലേവർ വരുന്നുണ്ട്. അത് ആ പാൽക്കപ്പയ്ക്ക് ആ ഗാർലിക് ഫ്ലേവർ കുറച്ച് ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് നല്ലത് അല്ലേ? കാരണം ഈ ചിലർക്ക് ഈ പറഞ്ഞ കപ്പ ഗ്യാസ് വരും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഗാർലിക് ഞാൻ എന്താ പറഞ്ഞത്, ഗാർലിക്കിനെ കിട്ടാതെ നോക്കാം, സട്ടിലായിട്ട് നോക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കപ്പ കുഴയ്ക്കുമ്പോൾ എന്തായാലും നമ്മൾ വെളുത്തുള്ളിനെ ചേർത്ത് അരയ്ക്കാറുണ്ട്. പക്ഷെ പാൽക്കപ്പ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗാർലിക്കിനെ കിട്ടാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സൂറാത്ത് കൂണാത്തോരനോ എന്ത് വേണമെങ്കിലും വിളിച്ചു. പക്ഷേ ഇതൊരു ബേസിക്കലി എൻ്റെ വൈഫ് ബേസിക്കലി തമിഴാണ്. അപ്പോൾ തമിഴ്നാട് ഫുഡുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധം. ഞാൻ ദൈവികമായ ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരാളാണ്. കാരണം പല രാജ്യങ്ങൾ കറങ്ങാനും പല ആൾക്കാരുടെ ദേശീയ ഭക്ഷണം അവിടുത്തെ ഷെഫുമാരെ നിന്ന് കഴിക്കാനും ഭാഗ്യം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ ഒരു അഭിപ്രായം പറയില്ല. ദാറ്റ് ഈസ് അമ്മയുടെ തന്നെ സല്യൂട്ട് പറയുക. അതല്ലേ ശരി. അപ്പം എന്തായാലും ബാക്കിയുള്ള അമ്മമാർ ഇത് കുട്ടികൾക്ക് ഈ റെസിപ്പി എടുത്തിട്ടല്ലേ? ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത വിഷ്ണു? ശരിയല്ലേ? വിഷ്ണു പ്രോട്ടീൻ പൗഡർ ആയിട്ടൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറയണം. നല്ല അഭിപ്രായം കേട്ടതിന്റെ ഒരു വിഷമാണ്. നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പ്ലേറ്റിംഗ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ചും ഷാലഡ്സ്. ഈ ഷാലഡ്സ് ചുട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചവച്ച് കഴിക്കാനും പറ്റും. ഇത് കഴിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. പ്രസന്റേഷൻ അല്ലേ? നന്നായിട്ടില്ലേ? ഇവർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ? എനിക്ക് ജഡ്ജ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തെറലി എൻജോയ് ചെയ്തു. എനിക്ക് പൊതുവേ ഗാർലിക്കിന് ടേസ്റ്റ് ഒക്കെ കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് പാൽക്കപ്പ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ട്യൂണയും. പിന്നെ പേഴ്സണലി എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ദീപന അമ്മയായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഞാൻ അത് മെൻഷൻ ചെയ്ത് കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അമ്മയുടെ ഒരു ഓർമ്മ ഇതിലൂടെ ചേർത്ത് നിർത്താൻ സാധിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ കാരണമേ അമ്മയാണ്. കാരണം അമ്മ ഉണ്ടാക്കിയിട്ടുള്ള പല ഫുഡ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഷെഫിലേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോഴും ആദ്യം ഉണ്ടാക്കിയ ഫുഡ് ഇതാണ്. സോ ഇന്ന് ഞാൻ ഈ ഷോയിൽ ആദ്യം ഉണ്ടാക്കുന്ന ഫുഡ് നമ്മളുടെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ എപ്പിസോഡ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. Milma presents Swira Foods Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE and നമ്മുടെ രാമചന്ദ്രൻ. സത്യത്തിൽ ദീപൻ നമ്മുടെയൊക്കെ കണ്ണു നനയിച്ചല്ലേ? നമ്മളെല്ലാവരും നമ്മളോടൊപ്പം അമ്മമാരെ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അമ്മമാരെ മിസ് ചെയ്തവരാകുമ്പോഴേ നമുക്ക് നഷ്ടപ്പെട്ടവരാകുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീലിംഗ്. അമ്മമാരെ ആര് പറയുമ്പോഴും മിക്കവാറും എല്ലാവർക്കും ഈ അമ്മമാരെന്നായിരിക്കും നമുക്കല്ലേ ഈ പാചകമൊക്കെ. അനീഷയുടെ അത് പറയുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുൻപ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കില്ലായിരുന്നു. റൂമിൽ ഇരുന്ന് അമ്മ എനിക്ക് വെള്ളം എന്ന് പറയുമ്പോൾ അമ്മ എടുത്തുകൊണ്ട് വരും. അതുപോലെ ഭയങ്കര ഫുഡിന് വാശിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് കുക്കിംഗ് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു ചായ പോലും ഇട്ട് കുടിക്കാനോ ഒന്നും അറിയില്ല. അപ്പോൾ അമ്മ പറയും
നീ എനിക്ക് എൻ്റെ കാലശേഷം നീ ഇതെല്ലാം മനസ്സിലാക്കുമെന്ന് ഭയങ്കര വാശിയായിരുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള ഫുഡുകൾ. പക്ഷെ അപ്പം ഞാൻ ഒരാളാണോ? അല്ല, ഇളയാളാ, ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ അമ്മയുടെ കൂടെ ഇരിക്കും. അവിടെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കും, അമ്മ ദോശ ചുട്ട് തരും, ചൂടോടെ ഫിഷ് ഫ്രൈ ചെയ്ത് തരും. അപ്പോൾ എനിക്കിത് കണ്ടും ടേസ്റ്റ് ചെയ്തും എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അമ്മ പോയ പക്ഷേ ഇതെല്ലാം മിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുള്ളപ്പോൾ നമ്മൾ പലതും മനസ്സിലാക്കില്ല, അവരില്ലാത്തപ്പോഴാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ടേസ്റ്റ് ഇന്നും എൻ്റെ നാവിന്ന് പോയിട്ടില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഓർമ്മയിൽ നിന്നാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇതിപ്പോ എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും പറയാനുള്ളത്. എല്ലാവർക്കും നമ്മുടെ അമ്മമാരെ ഓർമ്മ വരുന്ന നിമിഷമാണല്ലേ. അമ്മമാരുണ്ടാക്കി തന്ന ഭക്ഷണത്തോളം മികച്ചതായിട്ട് മറ്റാരും നമുക്ക് തന്നിട്ടില്ല. എപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ദിവസത്തിൽ ഏതെങ്കിലും നിമിഷങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓർക്കുമല്ലേ അമ്മമാരെ. പല കാര്യം ഭക്ഷണത്തിന് മാത്രമല്ല, പലപ്പോഴും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ്. ഈ ഷോ തുടങ്ങിയപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ലോകത്ത് പല പ്രഗത്ഭരായിട്ടുള്ള ഷെഫുമാരുണ്ടാക്കുന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ഈ പ്രഗത്ഭരായിട്ടുള്ള ഷെഫുമാർ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡ് വീട്ടിൽ അവരുടെ അമ്മയായിരിക്കും. തുടക്കത്തിൽ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യമാണ്, ബീന ചേച്ചി എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എൻ്റെ ചമ്മന്തിയെ പറ്റിയാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. എത്ര ചമ്മന്തിയാ? അല്ല, ബ്രേക്ക് ടൈമിൽ അദ്ദേഹം നമുക്ക് ഓരോ സംഭവം ഉണ്ടാക്കി തരുന്നുണ്ട്. ജാതിക്ക ചമ്മന്തി, നമ്മൾ ഒരുമിച്ചൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു? തൊട്ടാവാടി ചമ്മന്തി. അത് അപ്സരയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ബീഫ് സ്റ്റൂ ഇഷ്ടമാണോ? പിന്നെ ബ്രെഡ് ബീഫ് ഇഷ്ടമുള്ള Komate sa pasanipa? Ya pata la canasta per l'entrina. La pasnila, le mascala was tanglini. ഈ ഒരു റിസൾട്ട് എനിക്ക് വലിയ സംശയമൊന്നുമില്ല. ബിക്കോസ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് ഏറ്റവും മികച്ച ഒരു പാചകം ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രീലങ്കൻ പാട്ടാണ്. സുരാംഗണി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ, അവർക്ക് വേണ്ടി മീൻ കൊണ്ടുവരൂ എന്നാണ് സുരാംഗണി. രണ്ടുപേരും കേട്ടുകൊണ്ട് നമുക്കിത് അതല്ല കഴിക്കുമ്പോ സുരാംഗണി 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 കാ മാൽ കെ നാവാ മാൽ 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 സുരാംഗണി കാ മാൽ സുരാംഗണി കാ മാൽ കെ നാവാ. Crockery partner Minolta. Easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture.